ഇന്ത്യയിൽ 5755 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനുള്ളിൽ 4 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചിരിക്കുന്നത്. കേരളത്തിലും മധ്യപ്രദേശിലും തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലുമാണ് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത്. അതേസമയം കേരളത്തിൽ കോവിഡ് കേസുകൾ 2000-ലേക്ക് കടന്നിട്ടുമുണ്ട്. നിലവിൽ 1806 ആക്റ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 127 പേരുടെ വർധനയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വർദ്ധിച്ചു വരുന്ന കേസുകൾ കണക്കിലെടുത്താൽ ആശുപത്രി തയ്യാറെടുപ്പുകൾ പരിശോധിക്കുന്നതിനായി കേന്ദ്രം മോക്ക് ഡ്രില്ലുകളും നടത്തി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പശ്ചിമ ബംഗാളിൽ 58 പുതിയ കോവിഡ് കേസുകളും 91 രോഗമുക്തിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആകെ സജീവമായ കേസുകൾ ഇപ്പോൾ 596 ആണ്. മരണസംഖ്യ 1 മാത്രമാണ്. കോവിഡ് കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പ് വിലയിരുത്തുന്നതിനായി ജൂൺ 5-ന് രാജ്യത്തുടനീളമുള്ള ആശുപത്രികൾ ഒരു മോക്ക് ഡ്രിൽ നടത്തി. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കൊറോണ വൈറസിന്റെ പിടി വർദ്ധിച്ചുകൊണ്ടിരിക്കെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയിൽ COVID-19 സജീവമായ കേസുകളുടെ എണ്ണത്തിൽ വീണ്ടും വർധനവുണ്ടായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സജീവമായ COVID-19 കേസുകളുടെ എണ്ണം 6000-ലേക്ക് അടുക്കുന്നതായും സൂചനകളുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ സജീവമായ COVID-19 കേസുകളുടെ എണ്ണം 5755 ആയിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ സജീവമായ COVID-19 കേസുകളുടെ എണ്ണം 5755 ആയി വർദ്ധിച്ചതായി ആരോഗ്യ മന്ത്രാലയത്തിന്റെ കോവിഡ് ഡാഷ്ബോർഡ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയിൽ 391 COVID-19 കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. വെള്ളിയാഴ്ച രാജ്യത്ത് രേഖപ്പെടുത്തിയ 498 കേസുകളിൽ നിന്നും ഇത് കുറവാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യപ്പെട്ട COVID-19 രോഗികളുടെ എണ്ണം 760 ആയി രേഖപ്പെടുത്തി. വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയ 764 പേരിൽ നിന്നും ഇത് കുറവാണ്. കഴിഞ്ഞ ദിവസം കോവിഡ് സംബന്ധമായ പ്രശ്നങ്ങൾ മൂലം 4 പേർ മരിച്ചതായും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. കേരളം, മധ്യപ്രദേശ്, തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നാണ് മരണങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്തത്. മഹാരാഷ്ട്രയിൽ 45 വയസ്സുള്ള ഒരു ഗർഭിണിയായ സ്ത്രീ പ്രസവ സമയത്തുണ്ടായ അപസ്മാരത്തെ തുടർന്ന് ആശുപത്രിയിൽ മരിച്ചു. തുടർന്ന് ഇൻറ്റ്യൂബേറ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് നടത്തിയ പരിശോധനയിൽ അവർക്ക് COVID-19 പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തി. കേരളത്തിൽ ശ്വാസകോശ അർബുദം ബാധിച്ച 59 വയസ്സുള്ള മറ്റൊരു വ്യക്തി മരിച്ചു. മരിച്ച മറ്റ് 2 രോഗികൾ 60 വയസ്സിന് മുകളിലുള്ളവരും അനുബന്ധ രോഗങ്ങളുമായിരുന്നു. അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ COVID-19 കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. 127 പേർക്ക് അസുഖം റിപ്പോർട്ട് ചെയ്തു. അതിൽ ഒരാൾ മരിക്കുകയും ഉണ്ടായി. തൊട്ടു പിന്നാലെ ഗുജറാത്ത്, ഡൽഹി എന്നിവിടങ്ങളിലും കേസ് റിപ്പോർട്ട് ചെയ്തു. ഗുജറാത്തിൽ ശനിയാഴ്ച 183 പുതിയ കൊറോണ വൈറസ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ സംസ്ഥാനത്തെ സജീവ എണ്ണം 822 ആയി ഉയർന്നതായി ആരോഗ്യ വകുപ്പ് അറിയിച്ചു. എന്നിരുന്നാലും കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗുജറാത്തിൽ പുതിയതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എല്ലാ കേസുകളും ഒമിക്രോൺ കുടുംബത്തിലെ JN1, LF7, LF79, XFG വകഭേദങ്ങളാണ്. ഇത് നേരിയ പനിയും ചുമയും ഉണ്ടാക്കുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ ശനിയാഴ്ച 86 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ജനുവരി മുതലുള്ള ആകെ എണ്ണം 1362 ആയി. ഈ പുതിയ കേസുകളിൽ 31 എണ്ണം പൂനെ നഗരത്തിലും 2 എണ്ണം ഗ്രാമപ്രദേശങ്ങളിലുമായിരുന്നു കണ്ടെത്തിയിരുന്നത്. 28 എണ്ണം മുംബൈയിലും പോസിറ്റീവ് ആണെന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഉത്തരാഖണ്ഡിൽ ശനിയാഴ്ച 4 പുതിയ കൊറോണ വൈറസ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. വെള്ളിയാഴ്ച ഡെറാഡൂണിൽ 7 പേർക്ക് COVID-19 സ്ഥിരീകരിക്കുകയുമുണ്ടായി. ഇവരുമായി സമ്പർക്കം പുലർത്തിയവരെ ആരോഗ്യവകുപ്പ് നിരീക്ഷിച്ചു വരികയുമാണ്. COVID-19 കുറിച്ച് സർക്കാർ ജാഗ്രത പാലിക്കുന്നുണ്ടെന്നും വൈറസുമായി സമ്പർക്കം ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ COVID-19 അണുബാധ തടയാൻ അധ്യാപകർക്ക് പരിശീലനം നൽകണമെന്നും ഒഡീഷ വിദ്യാഭ്യാസ മന്ത്രി നിത്യാനന്ദ ഗോഡ് പറഞ്ഞു. അതോടൊപ്പം ചുമ, ക്ഷീണം, പനി, മൂക്കൊലിപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ വീട്ടിൽ തന്നെ തുടരുക. ജോലിസ്ഥലത്തോ സ്കൂളിലോ പൊതുസ്ഥലങ്ങളിലോ പോകുന്നത് ഒഴിവാക്കുക. നന്നായി വായുസഞ്ചാരമുള്ള ഒരു മുറിയിൽ ഒറ്റപ്പെട്ട് ജീവിക്കുക. കോവിഡ് ബാധയുള്ളവർ ഒരു പ്രത്യേക കുളിമുറി ഉപയോഗിക്കുക. അടുത്ത സമ്പർക്കമുള്ളവരെ അറിയിക്കുക. പരിശോധനയ്ക്ക് വിധേയമാക്കുക. കൃത്യമായ കണ്ടെത്തലിനായി ഒരു RT-PCR ടെസ്റ്റ് ഉപയോഗിക്കുന്നതും നല്ലതാണ്. ഒരു ഡോക്ടറിനെ സമീപിക്കാതെ സ്വയം മരുന്ന് കഴിക്കുന്നത് ഒഴിവാക്കുക.